ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ മാത്സിലെ 1ാമത്തെ പാഠഭാഗമാണ്. ചാപ്റ്ററിൻ്റെ പേര് ലൈൻസ് ആൻഡ് ഷേപ്സ് എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ഇവിടെ നോക്കൂ കൂട്ടുകാരെ, ഇവിടെ ഗവൺമെൻറ് LP സ്കൂൾ കടലുകാണിയുടെ ഒരു പിക്ചറാണ് തന്നിട്ടുള്ളത്. ഇവിടെ ചുമരിലായിട്ട് ഒരു പോസ്റ്റർ ഉണ്ട്. ഗവൺമെൻറ് LP സ്കൂൾ കടലുകാണി വേൾഡ് ഓഷ്യൻസ് ഡേ ആണ്, ജൂൺ 8-ന്. ഓൾ ആർ വെൽക്കം. അതുപോലെ തന്നെ താഴെ നോക്കൂ, താഴെ നമുക്ക് ഒരുപാട് ചിത്രങ്ങളും കൂടെ തന്നിട്ടുണ്ട് അല്ലേ. ഓരോ ഷേപ്സ് വെച്ചിട്ടുള്ള ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്. ഇനി സീ ദ പിക്ചർ, വാട്ട് ആർ ദ ഓൾ ദ തിങ്സ് ഡു യു സീ, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മളിവിടെ കണ്ടു? നമ്മൾ കണ്ടു അവിടെ ഒരുപാട് പിക്ചേഴ്സ് ഉണ്ടെന്ന് കണ്ടു അല്ലേ. ക്യാറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഷിപ്സ് ഉണ്ട്, അതുപോലെ ഉള്ള പിക്ചേഴ്സ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അത് ഫ്രണ്ട്സിനായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് സയൻസ് ഡയറിയിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്ത് സാധനങ്ങളാണോ കാണുന്നത് എന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ അവിടെ നിന്ന് എഴുതി കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഒരുപാട് എന്താ പറയുക ഷേപ്സ് കാണുന്നുണ്ട്. സർക്കിള്, ട്രയാങ്കിള്, റെക്റ്റാങ്കിള്, ഇതൊക്കെയാണ് അവിടെ കാണുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി. ഇനി സി ആൻഡ് ഡ്രോ. യു സോ ദ പിക്ചേഴ്സ് ഓഫ് ദ ഫസ്റ്റ് പേജ് ഡിഡിൻറ്റ് യു. നമ്മൾ ഫസ്റ്റ് പേജിൽ കുറച്ച് പിക്ചേഴ്സ് കണ്ടു അല്ലേ. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡിഡ് യു നോട്ടീസ് ദ പിക്ചേഴ്സ് ഓൺ ദ വാൾ. ആ വാളിലുള്ള പിക്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് അവിടെ എഴുതാനാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ എഴുതാനല്ല, വരക്കാൻ. ഓക്കെ, ഡ്രോ ദ പിക്ചർ യു ലൈക്ക് ദ മോസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള പിക്ചർ ഏതാണോ അത് നിങ്ങളവിടെ വരച്ചു കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ സെലിബ്രേഷൻ. വാട്ട് ഡേ ഈസ് സെലിബ്രേറ്റഡ് ഓൺ ദ 8th of June ഇൻ കടലുകാണി സ്കൂൾ. ഏത് ഡേ ആണ്? ഓഷ്യൻസ് ഡേ ആണല്ലേ. അപ്പോൾ നമുക്ക് അവിടെ എന്ത് എഴുതണം? ഓഷ്യൻസ് ഡേ എന്ന് എഴുതി കൊടുക്കുക. ഓഷ്യൻസ് ഡേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ കളർ ദ ഫിഷ്. താഴെ നമുക്ക് ഒരുപാട് ഫിഷ് കൊടുത്തിട്ടുണ്ട്. There is an exhibition in Kadalugani School as part of the World Oceans Day celebration. Anu, Subi and Adul are making different kinds of paper fishes for decoration. അപ്പോൾ അനുവും അതുപോലെ തന്നെ സുബി, അതുൽ ഇവരെല്ലാം കൂടെ എന്താ ചെയ്യുന്നത്? പേപ്പർ ഫിഷ് ഉണ്ടാക്കുകയാണ്. അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓഷ്യൻസ് ഡേയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? പിക്ചറിന് കളർ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് പിക്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് എന്ത് ചെയ്യണം കൂട്ടുകാരെ? നല്ല ഭംഗിയായിട്ട് ഇവിടെയൊക്കെ നിറം കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഡ്രോ ആൻഡ് കളർ എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്ക്. ഡ്രോ അതർ ഷേപ്സ് ജോയിൻ ദോസ് ബിലോ ടു മേക്ക് ഫിഷസ് ആൻഡ് കളർ ദം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഇതേപോലെ നമ്മളും കുറച്ച് ഫിഷ് വരച്ചു കൊടുക്കണം. അതിൽ ചിലത് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, ചില ഷേപ്സ്, ബാക്കി നമ്മൾ വരക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇതേപോലെ വരച്ചു കൊടുക്കാം. ഓക്കെ, ഇതെന്തായി? ഇതിപ്പോൾ ഒരു ഫിഷിൻ്റെ പോലെയായല്ലേ. അപ്പോൾ ഇതേപോലെ ഫിഷ് വരക്കാം. ഇവിടെ നമുക്ക് അതേപോലെ തന്നെ സിമ്പിളായിട്ട് വരക്കാവുന്നതാണ്. ഇതും ഒരു ഫിഷിൻ്റെ പോലെ ആയി. അപ്പോൾ ഫിഷിൻ്റെ ഷേപ്പാണ് നിങ്ങളവിടെ വരയ്ക്കേണ്ടത്. ഷേപ്സ്. വാട്ട് ഓൾ ഷേപ്സ് ഡിഡ് യു നോട്ടീസ് ഇൻ ദ പേപ്പർ ഫിഷ്. അപ്പോൾ ആ പേപ്പർ ഫിഷിലുള്ള എന്തൊക്കെയാണ് നമ്മൾ നോട്ടീസ് ചെയ്തത് അല്ലേ. ഏതൊക്കെ ഷേപ്സ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്കിവിടെ എഴുതി കൊടുക്കണം. ഏതാണ് ഇതെന്ന് പറയുന്നത്? ഏതാണ്? സർക്കിളാണ്. അപ്പോൾ അവിടെ സർക്കിൾ എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, ഇ ആണ് കേട്ടോ. സോറി, ഇ അല്ല, സി ആണ്. സർക്കിൾ ഒന്നുകൂടെ എഴുതാം. സർക്കിൾ, CIRCLE, സർക്കിൾ. ഇനി അടുത്ത ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇത് ഏത് ഷേപ്പാണ്? ഇത് ട്രയാങ്കിൾ ആണ്. അപ്പോൾ അവിടെ ട്രയാങ്കിൾ എന്ന് എഴുതുക. ട്രയാങ്കിൾ. നെക്സ്റ്റ് വൺ, ഇത് ഏത് ഷേപ്പാണ് കൂട്ടുകാരെ? ഇത് റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ അവിടെ റെക്റ്റാങ്കിൾ എന്ന് എഴുതി കൊടുക്കുക. റെക്റ്റാങ്കിൾ. അപ്പോൾ ഓരോ ഷേപ്പും എന്താണെന്ന് ജസ്റ്റ് അവിടെ എഴുതി കൊടുത്താൽ മാത്രം മതി നിങ്ങൾ. ഇനി അടുത്തത് നോക്കാം. ഈർക്കിൽ ഫിഷ്. മേക്ക് എ ഫിഷ് യൂസിങ് ഈർക്കിൽ ബൈറ്റ്സ്. അപ്പോൾ ഈർക്കിൽ ബൈറ്റ്സ് വെച്ചുകൊണ്ട് ഫിഷ് ഉണ്ടാക്കാനാണ് ടീച്ചർ പറയുന്നത്. ദ പിക്ചർ ഷോസ് ദ ഫിഷ് അതുൽ മെയ്ഡ് ബൈ സ്റ്റിക്കിംഗ് ഈർക്കിലി ബൈറ്റ്സ് ഓൺ പേപ്പർ. ക്യാൻ യു ഓൾസോ മേക്ക് സച്ച് ഫിഗേഴ്സ്? യൂസ് ദം ഫോർ ദ ഓഷ്യൻസ് ഡേ സെലിബ്രേഷൻ. അപ്പോൾ ഓഷ്യൻസ് ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തും ഇതുപോലെ ഫിഷ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ഇത് അതുൽ ഒരു പേപ്പറിൽ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ഒരു ഫിഷാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാരും ഇതേപോലെ ഈർക്കിൽ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കി നോക്കാം. നെക്സ്റ്റ് വൺ ബട്ടർഫ്ലൈ.
ടു ഡെക്കറേറ്റ് ദ ക്ലാസ് റൂം ഇൻ ദ സ്കൂൾ ന്യൂ ഫിഗേഴ്സ് ആർ ടു ബി ഡ്രോൺ. അപ്പോൾ ക്ലാസ് റൂം എന്ത് ചെയ്യണം, ഡെക്കറേറ്റ് ചെയ്യണം. സ്കൂൾ മാത്രം ഡെക്കറേറ്റ് ചെയ്താൽ പോലെ, അപ്പോൾ ക്ലാസ് റൂമും ഡെക്കറേറ്റ് ചെയ്യണം. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ബട്ടർഫ്ലൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സീ ദ ബട്ടർഫ്ലൈ ഡ്രോൺ യൂസിങ് വേരിയസ് ഷേപ്സ്, കളർ ദ മേക്കിംഗ് ഇൻ പ്രിറ്റി. അപ്പോൾ ഇത് നല്ല പ്രിറ്റി ആയിട്ട് നിങ്ങൾ കളർ ചെയ്യുക. അതുപോലെ തന്നെ ഇതിലെ ഷേപ്സ് ഏതൊക്കെയാണെന്ന് ഇവിടെ എഴുതണം. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ഷേപ്സ് ഇൻ ദ പിക്ചർ. അപ്പോൾ ആദ്യം ഇതെന്താണ്, ഇത് സർക്കിൾ ആണല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് സർക്കിൾ എഴുതി കൊടുക്കാം, സർക്കിള്. ദെൻ നെക്സ്റ്റ് വൺ ഇതെന്താണ്, ഇത് റെക്റ്റാങ്കിൾ ആണ്. അപ്പോൾ നെക്സ്റ്റ് വൺ എന്ത് എഴുതാം, റെക്റ്റാങ്കിൾ എന്ന് എഴുതി കൊടുക്കാം. നെക്സ്റ്റ് ഇത് ഏത് ഷേപ്പാണ്, ഇത് ട്രയാങ്കിൾ ആണ്. അപ്പോൾ അവിടെ ട്രയാങ്കിൾ എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് സ്ക്വയർ എന്നും പറയാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ, രണ്ടും എഴുതിയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ മാത്രം എഴുതിയാലും പ്രശ്നമില്ല. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് വൺ ഒരു പസിൽ കോർണർ ആണ്. ഓൺലി 3 ലൈൻസ് ആർ നീഡഡ് ടു മേക്ക് മീ ഹൂ ആം ഐ. 3 ലൈൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാം. ഏതാണത്, 1 ലൈന്, 2 ലൈന്, 3 ലൈന്. ഇതെന്താണ്, ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് ട്രയാങ്കിൾ. നെക്സ്റ്റ് വൺ മെഷറിംഗ് സൈഡ്സ് ആണ്. യൂസ് എ റെക്റ്റാങ്കിൾ കാർഡ് ഇൻ ദ മാത്ത് ബോക്സ് ടു ഡ്രോ എ റെക്റ്റാങ്കിൾ. അപ്പോൾ മാത്ത് ബോക്സിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു റെക്റ്റാങ്കിൾ എടുക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് റെക്റ്റാങ്കിൾ എടുക്കാം. 4 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ഉള്ള ഒരു റെക്റ്റാങ്കിളാണ് നമ്മൾ വരക്കുന്നത്. ഇവിടെ 4 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ, ഇത് 4 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ, അങ്ങനെയുള്ള എന്ത് വരച്ചു, ഒരു റെക്റ്റാങ്കിൾ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ നോക്കൂ, ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഹൗ മെനി സൈഡ്സ് ഡസ് ദ റെക്റ്റാങ്കിൾ ഹാവ്. എത്ര സൈഡ്സ് ആണ് റെക്റ്റാങ്കിൾ ഉള്ളത് കൂട്ടുകാരെ? 1 സൈഡ്, 2 സൈഡ്, 3 സൈഡ്, 4 സൈഡ്സ് ആണുള്ളത്. എത്ര കോർണേഴ്സ് ഉണ്ട്? 1 കോർണർ, ഫസ്റ്റ് കോർണർ, തേർഡ് കോർണർ, ഫോർത്ത് കോർണർ. എത്രയാണ്? 4 കോർണേഴ്സും ഉണ്ട്. ദെൻ സൈഡ്സ്, യൂസ് റൂളർ ടു മെഷർ ദ സൈഡ്സ് ഓഫ് ദ റെക്റ്റാങ്കിൾ യു ഹാവ് ഡ്രോൺ. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇവിടെ നമ്മൾ എടുത്തുള്ളത് 4 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ, ഇത് 4 സെൻറ്റിമീറ്റർ, ഇത് 3 സെൻറ്റിമീറ്റർ, ഇങ്ങനെയാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ, അടുത്ത സൈഡ് 3 സെൻറ്റിമീറ്റർ, മൂന്നാമത്തെ സൈഡ് 4 സെൻറ്റിമീറ്റർ, നാലാമത്തത് 3 സെൻറ്റിമീറ്റർ, ഇങ്ങനെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ വരച്ചത് അതനുസരിച്ച് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡു യു നോട്ട് എനിത്തിങ് സ്പെഷ്യൽ അബൌട്ട് ദീസ് ലെങ്ത്സ്, റൈറ്റ് യുവർ ഫൈൻഡിങ്സ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്തൊക്കെ ഫൈൻഡിങ്സ് ആണ് നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്? ദ ഓപ്പോസിറ്റ് 2 സൈഡ്സ് ആർ ഈക്വൽ, അതാണ് നമുക്ക് മനസ്സിലായത് അല്ലേ. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് ദ ഓപ്പോസിറ്റ് sides are equal, അങ്ങനെ എഴുതി കൊടുക്കുക. 2 സൈഡ്സും ഈക്വൽ ആണ് എന്നുള്ളത് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് വൺ ഈർക്കിലി റെക്റ്റാങ്കിൾ ആണ് അടുത്തതായിട്ട് നോക്കുന്നത്. സീ ദ ഷേപ്സ് അതുൽ ആൻഡ് ബിൻസ മേഡ് യൂസിങ് ഈർക്കിലി ബൈറ്റ്സ് ഓഫ് ലെങ്ത് 8 സെൻറ്റിമീറ്റർ ആൻഡ് 5 സെൻറ്റിമീറ്റർ. ഇവിടെ 2 പേരും ഉണ്ടാക്കിയത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എ റെക്റ്റാങ്കിൾ. ഇതിൽ ഏതാണ് റെക്റ്റാങ്കിൾ കൂട്ടുകാരെ? അതുൽ ഉണ്ടാക്കിയ ഇതാണ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്. കാരണം എന്താണ്? റെക്റ്റാങ്കിളിൻ്റെ 2 സൈഡ്സ് എന്തായിരിക്കണം? സ്ട്രെയിറ്റ് ആയിരിക്കണം. ഓക്കെ, സ്ട്രെയിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് റെക്റ്റാങ്കിൾ ആയിരിക്കില്ല. ഇൻ അതേഴ്സ് ഫിഗർ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ഓൺ സ്ട്രൈറ്റ് അപ്പ്, ദ ഫിഗർ ബിൻസ മേഡ് ഈസ് നോട്ട് എ റെക്റ്റാങ്കിൾ. വൈ? എന്തുകൊണ്ടാണ്? ഇവിടെ മൈ ഫൈൻഡിങ്സ് എന്നുള്ളിടത്ത് എഴുതി കൊടുക്കേണ്ടത് because the sides are എങ്ങനെയാണ്? സ്ലാൻഡഡ്. ഓക്കെ, സ്ലാൻഡഡ് സൈഡ്സ് സ്ലാൻഡ് ആയതുകൊണ്ടാണ്. ദെൻ നെക്സ്റ്റ് വൺ, റെക്റ്റാങ്കിൾ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്നാണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ വാട്ട് ആർ ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് റെക്റ്റാങ്കിൾ, എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റീസ് ഉള്ളത്? എ റെക്റ്റാങ്കിൾ ഹാസ് 4 സൈഡ്സ് ഉണ്ടായിരിക്കും. ദ ടോപ്പ് ആൻഡ് ബോട്ടം ലൈൻസ് ആർ ഹൊറിസോണ്ടൽ, ടോപ്പും ബോട്ടും എന്തായിരിക്കും? ഹൊറിസോണ്ടൽ ആയിരിക്കും. ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ആർ വെർട്ടിക്കൽ, ലെഫ്റ്റും അതുപോലെ തന്നെ റൈറ്റും വെർട്ടിക്കലും ആയിരിക്കും. പിന്നെ എന്തുണ്ടായിരിക്കും? റെക്റ്റാങ്കിൾ ഹാസ്, നമുക്ക് അടുത്ത പോയിന്റ് എഴുതാം, റെക്റ്റാങ്കിൾ ഹാസ് 4 കോർണേഴ്സ്, 4 കോർണേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, ഓപ്പോസിറ്റ് സൈഡ് എന്തായിരിക്കും? എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഓക്കെ,
അപ്പോൾ അതാണ് മെയിൻ ആയിട്ടുള്ള 4 സ്പെഷ്യാലിറ്റീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് റെക്റ്റാങ്കിൾസ്. സീ ദ റെക്റ്റാങ്കിൾസ് അനൂപ് ഡ്രൂ യൂസിങ് ദ റെക്റ്റാങ്കിൾ കാർഡ്സ് ഇൻ ഹിസ് മാത്ത് ബോക്സ്. മാത്ത് ബോക്സിൽ റെക്റ്റാങ്കിൾ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് വരച്ചിട്ടുള്ളതാണ് ഇത്. ഇവിടെ നോക്കൂ, ഇവിടെ ഈ രണ്ടെണ്ണം ഈക്വൽ ആണ് അല്ലേ, ഇത് രണ്ടും ഈക്വൽ ആണ്. അതുപോലെ തന്നെയാണ് ഇതും സെയിം. ഇതിൻ്റെ 4 സൈഡ്സും, ഇത് രണ്ടും 4 സൈഡ്സും എന്താണ്, ഈക്വൽ ആണ്. ദെൻ നെക്സ്റ്റ് മെഷർ ദ സൈഡ്സ് യൂസിങ് ദ റൂളർ, റൈറ്റ് ദം ദ ടേബിൾ. അപ്പോൾ ഇതെന്ത് ചെയ്യണം, നിങ്ങൾ മെഷർ ചെയ്യുക, നിങ്ങളുടെ സ്കെയിൽ വെച്ചുകൊണ്ട് മെഷർ ചെയ്യുക, എന്നിട്ട് അതിന് എത്ര സെൻറ്റിമീറ്റർ ആണ് എന്നുള്ളത് എഴുതി കൊടുക്കുക. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് മെഷർമെൻറ്റ്, ആ മെഷർമെൻറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതെന്താണ്, അതിലെ 2 സൈഡ്സും ഈക്വൽ ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം എഴുതുക. നെക്സ്റ്റ് വൺ, സ്പെഷ്യൽ റെക്റ്റാങ്കിളിനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ പറയുന്നത്. വി ഹാവ് സീൻ ഡിഫറെൻറ്റ് റെക്റ്റാങ്കിൾസ്, ലുക്ക് അറ്റ് ദ 3rd and 4th റെക്റ്റാങ്കിൾ. ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ്, ഈ 3rd-ഉം 4th-ഉം 4 സൈഡും ഈക്വൽ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ദെൻ അതുകൊണ്ട് തന്നെ വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ ലെങ്ത് ആൻഡ് ഇർക്കിലി ബൈറ്റ്സ് യു ലുക്ക്, എന്താണ്, അത് ഈക്വൽ ആണെന്ന് നമുക്ക് സെയിം ലെങ്ത് ആണെന്ന് മനസ്സിലായി അല്ലേ. അതെന്താണ്, 4 സൈഡ്സും എന്താണ്, സെയിം ലെങ്ത് ആണ്. അതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ദെൻ റൈറ്റ് ഡൗൺ ദ പെക്യുലാരിറ്റീസ് ഓഫ് എ സ്ക്വയർ. അപ്പോൾ അതിനെ നമ്മൾ സ്ക്വയർ എന്നാണ് പറയുന്നത്. ഓക്കെ, എ റെക്റ്റാങ്കിൾ വിത്ത് ഓൾ 4 സൈഡ്സ് ഓഫ് ദ സെയിം ലെങ്ത് ഈസ് കോൾഡ് എ സ്ക്വയർ. ഓൾ സ്ക്വയേഴ്സ് ആർ റെക്റ്റാങ്കിൾ ബട്ട് ഓൾ റെക്റ്റാങ്കിൾസ് ആർ നോട്ട് സ്ക്വയർ എന്നാണ് പറയുന്നത്. എന്താണ്, എല്ലാ സ്ക്വയറും റെക്റ്റാങ്കിൾ ആയിരിക്കും, പക്ഷേ എല്ലാ റെക്റ്റാങ്കിളും സ്ക്വയർ ആയിരിക്കില്ല. കാരണം അതിൻ്റെ 4 സൈഡ്സും ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ സ്ക്വയർ എന്ന് പറയുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണെന്ന് എഴുതാം. ഫസ്റ്റ് വൺ, ദർ ആർ 4 സൈഡ്സ്. എന്താണ്, 4 സൈഡ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ദർ ആർ 4 കോർണേഴ്സ്, 4 കോർണേഴ്സും അതിന് ഉണ്ടായിരിക്കും. ദെൻ എന്താണ്, 4 സൈഡ്സ് ആർ ഈക്വൽ, 4 സൈഡ്സും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ദെൻ അതുപോലെ തന്നെ പിന്നെ വേറെന്താ ഉള്ളത്, ഓൾ സ്ക്വയേഴ്സ് ആർ റെക്റ്റാങ്കിൾസ്. ഓക്കെ, എല്ലാ സ്ക്വയേഴ്സും എന്തായിരിക്കും, റെക്റ്റാങ്കിൾസ് ആയിരിക്കും. അതും ഒരു സ്പെഷ്യൽ ഫീച്ചറാണ് അല്ലെങ്കിൽ പെക്യുലാരിറ്റി ആണ്. Then square within rectangle. Draw a single line inside this rectangle to draw a square. അപ്പോൾ ഇതിന് എന്ത് ചെയ്യണം, ഇതൊരു റെക്റ്റാങ്കിൾ ആണ്, ഇതിനെ സ്ക്വയർ ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ സെൻറ്ററിൽ ഒരു വര വരച്ചു കൊടുത്താൽ മതി, രണ്ടും ഈക്വൽ ആവുക. ഇപ്പോൾ ഇത് ഒരു 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 4 സെൻറ്റിമീറ്റർ എടുത്തിട്ടായിരിക്കണം നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ എല്ലാ ഭാഗങ്ങളും ഈക്വൽ ആണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് വൺ, മേക്കിംഗ് എ ക്യൂബ്. ഒരു ക്യൂബ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഡ്രോ സ്ക്വയേഴ്സ് ആസ് ഷോൺ ബിലോ ഇൻ ദ തിക്ക് ഷീറ്റ് ഓഫ് എ പേപ്പർ ആൻഡ് കട്ട് ഇറ്റ് വിത്ത് ദ ടീച്ചേഴ്സ് ഹെൽപ്പ് മേക്ക് എ ക്യൂബ് ആസ് ഷോൺ. അപ്പോൾ ഒരു തിക്ക് പേപ്പർ എടുത്തിട്ട് ഇതേപോലെ വരച്ചിട്ട് നിങ്ങളുടെ അടുത്ത് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കണം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ജിയോ ബോർഡ് ആണ്. മേക്ക് റെക്റ്റാങ്കിൾസ് ആൻഡ് സ്ക്വയേഴ്സ് യൂസിങ് റബ്ബർ പാൻസ് ഓൺ ദ ജിയോ ബോർഡ് ഇൻ ദ മാത്ത് ലാബ്. ഫൈൻഡ് ദ ലെങ്ത്സ് ഓഫ് സൈഡ്സ്. എന്ത് ചെയ്യണം, നമ്മൾ ജിയോ ബോർഡിൽ ഇതേപോലെ റെക്റ്റാങ്കിളും സ്ക്വയേഴ്സൊക്കെ ഉണ്ടാക്കുക, എന്നിട്ട് അതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. വാട്ട് ഫിഗേഴ്സ് ഈസ് ഗോഡ് ബൈ ലൂപ്പിംഗ് എ റബ്ബർ പാൻറ്റ് അറൗണ്ട് എ പെഗ് ആൻഡ് 3 പെഗ്സ് നിയർ. അതോ നിയർ ആയിട്ടുള്ള 4 എണ്ണം എടുത്തുകൊണ്ട് ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താവും നമുക്ക് കിട്ടുക, ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ അവിടെ ആൻസർ എന്ന് പറയുന്നത് സ്ക്വയർ ആണ്, നമുക്ക് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നത് സ്ക്വയർ. നെക്സ്റ്റ് വൺ, മാത്ത് ലാബിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സി ഹൗ ദേ ഹാവ് ഡെക്കറേറ്റഡ് ദ ക്ലാസ് റൂം ഓഫ് ദ മാത്ത് ക്ലബ്. മാത്ത് ലാബല്ല കേട്ടോ, ക്ലബ്ബാട്ടോ, മാത്ത് ക്ലബ് ഇനാഗ്രേഷൻ. മാത്ത് ക്ലബ് ഇനാഗ്രേഷന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാണ്, ക്ലാസ് റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ കാണുന്നത്. വാട്ട് ഓൾ ഷേപ്സ് ആർ ദർ എമംഗ് ദം. അപ്പോൾ അവരുടെ അടുത്തുള്ള ഷേപ്സ് ഒക്കെയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. ദ പിക്ചേഴ്സ് ബിലോ ഷോ സം ഓഫ് ദീസ് ഷേപ്സ്, റൈറ്റ് ദ നെയിം ഓഫ് ഈച്ച് അണ്ടർ ഈച്ച്. അപ്പോൾ ഇത് ഏതൊക്കെയാണ് നമുക്കൊന്ന് എഴുതി കൊടുക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോണാണ്, CONE, കോണാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ക്യൂബാണ്, ഇതിനെ നമ്മൾ ക്യൂബ് എന്ന് പറയുന്നു. ദെൻ ഇതിനെ നമ്മൾ എന്ത് പറയുന്നു, റെക്റ്റാങ്കിൾ ബ്ലോക്ക് എന്ന് പറയുന്നു. ഓക്കെ, റെക്റ്റാങ്കിൾ ബ്ലോക്ക്, നെക്സ്റ്റ് വന്ന് എന്താണ്, സ്ഫെയർ ആണ്, ഇതിനെ നമ്മൾ സ്ഫെയർ എന്നും പറയും. മനസ്സിലായില്ലേ?
നെക്സ്റ്റ് വൺ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്, നമുക്കൊന്ന് കണ്ടെത്താനാണ് പറയുന്നത്. ക്ലാസിഫൈ വേരിയസ് ഫെമിലിയർ ഒബ്ജക്ട്സ് സീ അറൗണ്ട് യു അക്കോർഡിംഗ് ടു ദെയർ ഷേപ്സ്, റൈറ്റ് ദ നെയിംസ് ഓഫ് ദീസ് ഒബ്ജക്റ്റ്. അപ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് ഷേപ്പിലുള്ള സാധനങ്ങളുണ്ട് അല്ലേ, അപ്പോൾ അതിൻ്റെ പേരൊക്കെ എന്ന് എഴുതാനാണ് പറയുന്നത്. റെക്റ്റാങ്കുലർ ബ്ലോക്കിലുള്ളത് ഏതൊക്കെയാണ്? നമ്മുടെ ബ്രിക്ക് അല്ലേ, ഇഷ്ടിക എന്ന് പറയുന്നത് ആ ഒരു ഷേപ്പാണ്. അതുപോലെ തന്നെ ബുക്ക് എന്ന് പറയുന്നത് അതേപോലെയാണ്, ബോക്സും അതേപോലെയാണ്. ഇനി സ്ക്വയറിലുള്ളത് എന്തൊക്കെയാണ്? സ്ക്വയറിൽ ഗ്ലോബ് ഉള്ളത് സ്ക്വയർ ഷേപ്പാണ്. അതുപോലെ തന്നെ എർത്തും ആ ഒരു ഷേപ്പിലാണ് ഉള്ളത്. നെക്സ്റ്റ് വൺ ക്യൂബിലുള്ളത് എന്തൊക്കെയാണ്? ഒന്ന് ക്യൂബ് തന്നെ ക്യൂബിലാണ്. അതുപോലെ തന്നെ ഡൈസ് നമ്മൾ പാമ്പും കോലൊക്കെ കളിക്കുന്ന ഡൈസും അതേപോലെയാണ്. നെക്സ്റ്റ് വൺ കോണ്, അതുപോലെ തന്നെ ക്യാപ്പ്, ബർത്ത്ഡേ ക്യാപ്പൊക്കെ ഈ ഒരു കോൺ ഷേപ്പിലാണ് വരുന്നത്. നെക്സ്റ്റ് വൺ ടാൻഗ്രാം ആണ്. ദ കവർ പേജ് ഓഫ് ദ ടെക്സ്റ്റ് ബുക്ക് ഷോൺസ് വേരിയസ് ഫിഗേഴ്സ് ഫോംഡ് യൂസിങ് ദ ഷേപ്പ് ഷോൺ ബിലോ. മേക്ക് ന്യൂ ഫിഗേഴ്സ് യൂസിങ് ദീസ് പീസ് ഓഫ് ടാൻഗ്രാം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്ക് സൈഡിലുള്ളത് ഇത്തരത്തിലുള്ള ടാൻഗ്രാമിലുള്ള കുറച്ച് പിക്ചേഴ്സ് ആണ്. അപ്പോൾ അത് കൂട്ടുകാരൊന്ന് ശ്രദ്ധിക്കുക, ഇതേപോലെയുള്ള പിക്ചേഴ്സും നിങ്ങളൊന്ന് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ് വൺ ഇതിലെ ആക്ടിവിറ്റീസ് ആണ്. ടിക്ക് റെക്റ്റാങ്കിൾസ് ഇൻ ദ ഫിഗേഴ്സ് ബിലോ, കളർ ദ സ്ക്വയർ വിത്ത് റെഡ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിൽ ഏതാണോ റെക്റ്റാങ്കിൾ ഉള്ളത് അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ടിക്ക് ചെയ്യേണ്ടത്. അതുപോലെ സ്ക്വയറിന് നമ്മൾ റെഡ് കളർ കൊടുക്കുക. അപ്പോൾ ഇതാണ് റെക്റ്റാങ്കിൾ, ഇതാണ് സ്ക്വയർ, അപ്പോൾ ഇതിന് റെഡ് കളറും കൂടെ കൊടുക്കുക. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. മനു ഈസ് മേക്കിംഗ് എ ഗ്രീറ്റിംഗ് കാർഡ്. ഹി പാസ്ഡ് കളർ സ്ട്രിങ് along all four sides of a square of sides 8 cm. What is the total length of the string he used? അപ്പോൾ മനു എന്ത് ചെയ്യാണ്? ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ആ കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് 8 സെൻറ്റിമീറ്ററുള്ള കാർഡാണ്. അതിന് ചുറ്റും ഒരു സ്ട്രിങ്ങും കൂടെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ എത്ര സെൻറ്റിമീറ്റർ സ്ട്രിങ് വേണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിക്കുക ഇതൊരു സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഇവിടെ 8 സെൻറ്റിമീറ്റർ, ഇത് 8 സെൻറ്റിമീറ്റർ, ഇത് 8 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ. അപ്പോൾ 4 8 വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെ കാണാം? 4 × 8 4 × 8 ചെയ്യുക 32 എന്ന് കിട്ടും. അപ്പോൾ ആദ്യം സ്ട്രിങ് വേണ്ടത് 32 സെൻറ്റിമീറ്റർ സ്ട്രിങ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഡ്രോ എ റെക്റ്റാങ്കിൾ ഇൻ ദ നോട്ട്ബുക്ക് യൂസിങ് എ റെക്റ്റാങ്കിൾ കാർഡ്. Draw squares on both of shorter and longer sides using a ruler. Measure their sides and write them below. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു റെക്റ്റാങ്കിൾ വരച്ചു കൊടുക്കുക. ഇതേപോലെ ഒരു റെക്റ്റാങ്കിൾ വരക്കുക. ഇതിൻ്റെ ബിഗ് ഷേപ്പിൽ നിന്നും അടുത്തൊരു റെക്റ്റാങ്കിളും കൂടെ വരക്കുക, ബിഗ് സൈഡിൽ നിന്നും. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു റെക്റ്റാങ്കിൾ വരും. ഇതിൻ്റെ സ്മോൾ സൈഡ്സ് ഇവിടെയാണ്. ആ സ്മോൾ സൈഡിൽ നിന്നും ഒരു റെക്റ്റാങ്കിൾ വരച്ചു കൊടുക്കുക. അപ്പോൾ ഏകദേശം ഇതേപോലെ നിങ്ങൾക്ക് വരച്ചാൽ കിട്ടും. Then fourth ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. The lengths of the sides of some figures are given below. Which of them can be used to draw a rectangle? ഇതിൽ ഏത് വെച്ചുകൊണ്ടാണ് നമുക്ക് റെക്റ്റാങ്കിൾ വരക്കാൻ പറ്റുക എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു റെക്റ്റാങ്കിൾ ആണെങ്കിൽ എന്താണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി? ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആയിരിക്കും, ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഈക്വൽ ആയിട്ടുള്ള ഒന്നായിരിക്കണം നമുക്ക് തരേണ്ടത്. ഇവിടെ നോക്കൂ, 5 8 6 7 ഇത് നാലും എന്താണ്? ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൻറ്റിമീറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ ലെങ്ത് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും വരക്കാൻ വേണ്ടി പറ്റില്ല. നെക്സ്റ്റ് വണ്ണും 5 6 7 9 ഇതും ഡിഫറെൻ്റ് ആണ്, അതുകൊണ്ട് വരക്കാൻ പറ്റില്ല. നെക്സ്റ്റ് വൺ 5 8 5 8. അപ്പോൾ നമുക്ക് ഇവിടെ 8 എടുത്തു, ഇവിടെ 8 എടുത്തു, ഇവിടെയും 5 എടുത്ത് വരക്കാവുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് വരക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? 3 സൈഡ്സും 8ഉം ഒരു സൈഡ് 5 ആണ്, അതുകൊണ്ട് വരക്കാൻ വേണ്ടി പറ്റില്ല. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ലെങ്സ് ബിലോ കനോട്ട് ബി യൂസ്ഡ് ടു ഡ്രോ എ സ്ക്വയർ. ഒരു സ്ക്വയർ വരക്കുകയാണ്. ഒരു സ്ക്വയർ വരക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കണം? സ്ക്വയറിൻ്റെ 4 സൈഡ്സും ഈക്വൽ ആണെന്നുള്ള കൺസെപ്റ്റ് നമുക്കറിയാം. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു മെഷർമെൻ്റ് ആയിരിക്കണം വേണ്ടത്. ഫസ്റ്റ് വൺ, ലെങ്ത് ഓഫ് ഈച്ച് സൈഡ്സ് 8. അപ്പോൾ ഈച്ച് സൈഡ്സും 4 സൈഡ്സും 8 വെച്ചുകൊണ്ട് നമുക്ക് വരക്കാൻ വേണ്ടി പറ്റും. ഇനി ഓൾ സൈഡ്സ് 4 6 വെച്ചുകൊണ്ട് 4 സൈഡ്സും 6 വരച്ചുകൊണ്ട് നമുക്ക് സ്ക്വയർ വരക്കാൻ വേണ്ടി പറ്റും. ഇതുകൊണ്ടും പറ്റും. നെക്സ്റ്റ് വൺ നോക്കുന്നത് 4 സൈഡ്സും 5 ആണ്, ഇതുകൊണ്ടും വരക്കാൻ വേണ്ടി പറ്റും. സ്ക്വയർ വരക്കാൻ പറ്റാത്തത് ഇതാണ്. ഇത് വെച്ച് നമുക്ക് എന്താ വരക്കാൻ പറ്റുക? റെക്റ്റാങ്കിളെ വരക്കാൻ വേണ്ടി പറ്റുള്ളൂ, സ്ക്വയർ വരക്കാൻ വേണ്ടി പറ്റില്ല. നെക്സ്റ്റ് വൺ, വിച്ച് ഈസ് ദ നെക്സ്റ്റ് പിക്ചർ. ഇതിൽ നെക്സ്റ്റ് പിക്ചർ എന്താണ്? ഇതിൽ ഇവിടെയാണ് ഈ സാധനം ഉള്ളത്, ചെറിയൊരു സ്ക്വയർ ഉള്ളത്. ഇവിടെ സ്ക്വയർ, ഇവിടെ സ്ക്വയർ. അപ്പോൾ ഇനി സ്ക്വയർ ഇല്ലാത്ത ഭാഗം ഏതായിരുന്നു? ഇതാണല്ലേ. അപ്പോൾ ഇത് വെച്ചുകൊണ്ടുള്ള സ്ക്വയർ എന്ന് പറയുന്നത് സി ആണ്. അപ്പോൾ സി ആണ് നെക്സ്റ്റ് പിക്ചറായിട്ട് വരേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിലെ വർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ബിയോണ്ട് 1000 ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓൾറെഡി നമ്മൾ മലയാളം മീഡിയം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ള സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണുക. താങ്ക്സ് ഫോർ വാച്ചിങ്.